യുദ്ധം അവസാനിച്ചുവെന്ന് അവകാശപ്പെടുന്ന ശ്രീലങ്കയിൽ കാണാതാകുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഇതേക്കുറിച്ചുള്ള തമിഴ് കവി ലീന മണിമേഖലയുടെ വൈറ്റ് വാൻ സ്റ്റോറീസ് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നു. In a village in northern Sri Lanka, a mother writes to her missing daughter. நல்ல சுகமாய் இருப்பீங்கள் என்று நினைத்துக்கொண்டே அம்மா வாழ்ந்து வருகின்றேன். மகளே, நீ எப்ப എങ്ങളിடம் വരുവായ്? യുദ്ധം അവസാനിച്ചുവെന്ന് ശ്രീലങ്കൻ ഭരണകൂടം പറയുമ്പോഴും പേടിച്ചാണ് ജനങ്ങളുടെ ജീവിതമെന്ന് വൈറ്റ് വാൻ സ്റ്റോറീസ് പറയുന്നു. ஒரு சாமம் 2:30 மணி போல சஹில் மோலேன்ட்டு கதவை தட்டி கேட்டு அந்த டைமில் எங்கள் வீட்டுக்குள்ளே 4-5 பேர் வந்து எங்கள் அப்பாவை கூப்பிட்டாங்க. இங்கே வாங்க, கொஞ்சம் விசாரணை இருக்கு, போகணும். വെളുത്ത വാനിൽ വന്നവർ പിടിച്ചുകൊണ്ടുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുകയാണ് ഡോക്യുമെന്ററിയിൽ വർത്തമാനം പറയുന്നവർ. எனது மகத்து வேற அவன் ஜெல்டிட்டி பிடிச்சு சண்டைக்கு மாத்திரம் எல்லாம் சண்டையிலாண்டு രാணுവത്തിൽ ശരണടഞ്ഞിരുന്ന നമ്പിക്കയില ഇരുന്ന ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ വേഷത്തിൽ ചെന്നാണ് ലീന മണിമേഖലയും ക്യാമറമാൻ അരവിന്ദ് മാക്കും ഡോക്യുമെന്ററി പൂർത്തീകരിച്ചത്. Even now, civil society activists report that once in every month, at least 2 people disappear. From 2009, at least 25 journalists are killed. There is no free media in that country. It's absolute authoritarianism. ചിത്രീകരണത്തിനിടയിൽ സംവിധായകയെയും ക്യാമറമാനെയും ഉദ്യോഗസ്ഥർ തടഞ്ഞുവച്ചിരുന്നു. The filmmaker Lina Manimekele travelled undercover across the region now under military occupation. Human rights activists speak of a cold war here, a population under surveillance. Hi. Can we also take video? No. മനുഷ്യാവകാശ പ്രവർത്തകനായ മഹിന്ദ രാജപക്സെ അധികാരത്തിലേറിയപ്പോൾ വേറൊരാളായി മാറിയെന്ന ചിത്രം പറയുന്നുണ്ട്. ശ്രീലങ്കയിൽ തുടരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേടിച്ചു ജീവിക്കുന്ന മനുഷ്യരുടെ നേർചിത്രമാവുകയാണ് വൈറ്റ് വാൻ സ്റ്റോറീസ്. കൾച്ചറൽ ഡെസ്ക് റിപ്പോർട്ടർ.